60 കൊല്ലമായി ചെന്നിയമ്മ ചൂരൽമലയിലായിരുന്നു താമസം. ജീവിതത്തിൽ ഇന്നേ വരെ ഇത്ര വലിയൊരു ദുരന്തം നേരിൽ കണ്ടിട്ടില്ല. മകൻ്റെ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുടുംബം ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ഷഹദ് റഹ്മാൻ്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 10-60 വർഷമായിട്ട് ജീവിക്കുന്ന നാടാണ്. പക്ഷേ ഇത്തരത്തിലൊരു ദുരന്തം അത് ആദ്യമായിട്ടാണ്. അത് നേരിൽ കണ്ടതിൻ്റെ ആ പകപ്പ് അല്ലെങ്കിൽ ആ ഒരു ഞെട്ടൽ ഇപ്പോഴും ഈ ചെന്നിയമ്മക്ക് മാറിയിട്ടില്ല. ചെന്നിയമ്മ ഇപ്പോൾ എത്ര വർഷം ഇവിടെ താമസിക്കുന്നു? ഞങ്ങൾ ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ മക്കളിനെ പ്രസവിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് ഇവിടെ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും മരണപ്പെട്ടു. എന്തെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. പുത്തുമലയിലുണ്ടായി, ഇത്ര ദുരിതം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭയങ്കര ദുരിതം പറഞ്ഞാൽ എന്താ പറയണമെന്ന് അറിയില്ല. ഇന്നും ഞങ്ങൾക്ക് അതിൻ്റെ കുട്ടിയില്ല. ഒരു മന്ദബുദ്ധി പോലെ അയക്കണം ഞാൻ. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഇത് ഒരു വീട് ഒരു കുടുംബത്തിൽ കഴിഞ്ഞവരാണ് പോയത്. കുറേ മക്കളും കുട്ടികളും, ഭാര്യ പോയിട്ട് ഭർത്താവ് ജീവിക്കുന്നുണ്ട്, ഭർത്താവ് പോയിട്ട് ഭാര്യ ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഈ മാറി താമസിക്കാൻ പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ അവർ ഇതാവില്ല. ആ ഫാക്ടറിൻ്റെ ബാക്ക് കൂടിയാണ് വെള്ളം. ഞങ്ങൾ 5 പണിക്കാരും പോയിട്ടുണ്ട്. ചെറിയ ചെറിയ മക്കളും തള്ളമാരും കുട്ടികളും മക്കളും ഉള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. അതിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അപ്പം അന്ന് രാത്രി എങ്ങനെയാണ് വന്നത്? ഇപ്പം ഞാൻ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞു. മോന് കൈ പിടിച്ചിട്ട് അച്ഛനൊരു കയ്യിൽ എന്നെ ഒരു കയ്യിൽ പിടിച്ച് മേലെ കയറ്റിയിട്ട് ലൈനിലുള്ളവരിനൊക്കെ പോയി തട്ടി വിളിച്ചു. നല്ല ഉറക്കമാണ് അവർക്ക്. തട്ടി വിളിച്ച് അവരിനൊക്കെ വെരി വെരി പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഉടുത്ത ഏതാ അതോടെ ഞങ്ങൾ എല്ലാവരും വന്നു അങ്ങോട്ട് കയറി. അന്ന് ശനിയാഴ്ച വൈകുന്നേരത്ത് ചെറുങ്ങനെ ഒരു പൊട്ടുണ്ടായി. അത് ഉണ്ടാകില്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ആൾക്കാർ പറഞ്ഞിട്ട് ഇരുന്നു. അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇപ്പം ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? എൻ്റെ അവരും എൻ്റെ കുടുംബമല്ല ഇപ്പം പോയവരും. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പങ്കുകൊണ്ടിട്ട് ഞങ്ങൾ ജീവിച്ചവരല്ലേ. വീട് ഇല്ലെങ്കിലും പോട്ടെ, അവരെങ്കിലും കിട്ടിയില്ലല്ലോ. അവരിന്നും തിരയുന്നുണ്ട്. അത്ര പകുതികളെ കിട്ടിയിട്ടുണ്ട്, പകുതികളെ കിട്ടിയിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ വലിയ ഭാഗ്യം അല്ലേ? അമ്മ പറയുന്നത്. കാരണം അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ജീവൻ കിട്ടി, ഭർത്താവുണ്ട്, മകനുണ്ട്, എല്ലാവരും സുരക്ഷിതമാണ്. പക്ഷേ ജനിച്ച നാൾ മുതൽ കണ്ട ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ഒന്നും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അത് വലിയ തീരാവേദനയാണ്. അത്തരത്തിൽ നിരവധി പേര് ഇപ്പോഴും ഇവിടെ ഈ പരിസരങ്ങളിലുണ്ട്. കാരണം ഇപ്പോഴും മൃതദേഹങ്ങൾ പോലും ലഭിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കുറേ അധികം കുടുംബങ്ങളെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. ഒരുപാട് വേദന നിറഞ്ഞ ജീവിതങ്ങൾ നമ്മൾ കാണുകയാണ് ഈ ദിവസങ്ങളിൽ. അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന 300 മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന മരണനിരക്കാണ് നമ്മൾ പകച്ചങ്ങനെ നിൽക്കുകയാണ്.